നമസ്കാരം. മോദി സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമം പൗരത്വ ഭേദഗതി നിയമം പോലെയോ മറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ പല നിയമങ്ങൾ പോലെയോ കേരളത്തിൽ വലിയ വിവാദത്തിന് കാരണമാകാതിരുന്നത് എറണാകുളം ജില്ലയിലെ മുനമ്പം എന്ന തീരദേശത്തെ ഏതാണ്ട് 600-ലധികം വരുന്ന കുടുംബങ്ങളുടെ ഗതികെട്ട അവസ്ഥ ലോകം അറിഞ്ഞതുകൊണ്ടാണ്. മുനമ്പത്തെ വേളാങ്കണ്ണി മാതാ പള്ളി അടക്കം 600-ലധികം മനുഷ്യർ ഗതികെട്ടാതെ അവരുടെ സ്വന്തം ഭൂമിയിൽ നിന്നും പുറത്തേക്കിറങ്ങേണ്ട സാഹചര്യം ഉണ്ടായത് വഖഫിൻ്റെ കാടൻ നിയമം മൂലമായിരുന്നു. പഴയ വഖഫ് നിയമം അനുസരിച്ച് ആർക്ക് വേണമെങ്കിലും ഒരു ഭൂമിയുടെ മേൽ അവകാശവാദം ഉന്നയിക്കാം, തെളിവുകൾ വേണ്ട. വഖഫ് ട്രിബ്യൂണൽ ആണ് അന്തിമ വിധി പറയേണ്ടത്, മറ്റൊരു കോടതിക്കും അധികാരമില്ല. അങ്ങനെ സ്വന്തം വീട്ടിൽ അന്യരായി താമസിക്കേണ്ട ഗതികേടിലേക്ക് മുനമ്പങ്കാർ മാറി. 2019 സെപ്റ്റംബർ 25 ഈ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് വഖഫ് ബോർഡ് മുനമ്പത്തെ 600-ലധികം ആളുകളുടെ വീടുകൾ അവരുടേതല്ല വഖഫിൻ്റെതാണ് എന്ന് വിജ്ഞാപനം ചെയ്യുന്നത്. അതിനുശേഷം ഭൂമി വിൽക്കാനോ ലോൺ എടുക്കാനോ ഒന്നും കഴിയാതെ അവിടെ കേവല താമസാവകാശം മാത്രം അവർക്ക് കിട്ടി. എന്നാൽ വഖഫ് ബോർഡും വഖഫ് നിയമവും ഒരു ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളോ രാഷ്ട്രീയക്കാരോ തിരിഞ്ഞു നോക്കിയില്ല. മറുനാടനായിരുന്നു മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം ആദ്യം കണ്ടെത്തിയതും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതും. പിന്നീട് വഖഫ് ഭേദഗതി നിയമത്തോട് ചേർത്ത് വായിക്കാൻ തുടങ്ങിയതോടെ വലിയ ബഹളമാവുകയും മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും BJPയും ക്രൈസ്തവ സഭകളും ഈ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തു. പെട്ടുപോയത് LDFും UDFും ആയിരുന്നു. വഖഫ് ഭേദഗതി നിയമത്തിലൂടെ മാത്രമേ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന സാഹചര്യമുണ്ടായിട്ടും വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ സംയുക്തമായി LDFും UDFും വോട്ട് ചെയ്തത്, പ്രമേയം പാസാക്കിയത് വലിയ വിവാദത്തിന് കാരണമായി. സ്ഥലം MP ഹൈബി ഈഡന് മുനമ്പത്ത് പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. മുനമ്പത്ത് വന്ന് പിന്തുണ കൊടുത്ത് ഡൽഹിയിൽ പോയി നിലപാട് മാറ്റിയ കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് എയറിലായി. അങ്ങനെ വിവാദങ്ങൾ തുടരുന്നതിനിടയിൽ വഖഫ് ഭേദഗതി നിയമമായി പാസ്സായി. എന്നാൽ വേണ്ടത്ര ആത്മാർത്ഥത BJPയും ഇക്കാര്യത്തിൽ ചെയ്തില്ല എന്ന ആരോപണം മുനമ്പത്തുകാർ ഉയർത്തി. കാരണം ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ച് ചട്ടം പ്രഖ്യാപിച്ച് മുനമ്പത്തെ രക്ഷിക്കാനുള്ള ഒരു നീക്കവും നടത്തിയില്ല. അവിടെ എത്തിയ കേന്ദ്ര നിയമമന്ത്രി ആശ്വാസത്തിന്റെ വാക്കു കൊടുത്തുമില്ല. ഇതോടുകൂടി വഖഫുമായി ബന്ധപ്പെട്ട് മുനമ്പത്ത് പ്രക്ഷോഭം ചെയ്തവർക്ക് ചിതറിപ്പോയി. വഖഫ് പ്രക്ഷോഭം ഏതാണ്ട് അസ്തമിച്ചതുപോലെയായി. എങ്കിലും കേന്ദ്ര സർക്കാരിന്റെ നിയമം പാസ്സായതുകൊണ്ട് 2A ചട്ടമനുസരിച്ച് മുനമ്പം രക്ഷപ്പെടുമെന്നും അതനുസരിച്ചുള്ള ചട്ടം പ്രഖ്യാപിക്കണമെന്നും ഈ വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ച് പഠിച്ച ഫാദർ ജോഷി മയ്യാറ്റിലും സ്റ്റാലിൻ ദേവനും അടക്കമുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിനിടയിൽ വളരെ നാടകീയമായൊരു ട്വിസ്റ്റ് ഇന്നലെ കേരള ഹൈക്കോടതിയിലുണ്ടായി. ഇത് നാടകീയം എന്ന് തന്നെ പറയേണ്ടി വരും. വഖഫ് നിയമം അനുസരിച്ച് വഖഫ് ട്രിബ്യൂണലും വഖഫ് ബോർഡിനും അല്ലാതെ മറ്റൊരു കോടതിക്കും അധികാരമില്ല എന്നിരിക്കെ സർക്കാർ എന്തിനാണ് അന്വേഷണ കമ്മീഷനെ വെച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള കമ്മീഷനെ റദ്ദു ചെയ്തിരുന്നു. വഖഫ് നിയമവും കോടതി വിധികളുമൊക്കെ മുനമ്പത്തെ ജനങ്ങൾക്ക് എതിരാണെന്നും അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിൽ മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്നും അന്വേഷിച്ച് കണ്ടെത്താനായിരുന്നു ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷനെ വെച്ചത്. എന്നാൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആ നിയമനം അസാധുവാക്കിയതോടെ മുനമ്പത്തിന്റെ അവസാനത്തെ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ സർക്കാർ അതിന്റെ പേരിൽ അപ്പീലിന് പോയി. അപ്പീലിൽ ഇന്നലെ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ഞെട്ടിക്കുന്ന ഒരു വിധിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത വിധി. മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ല എന്നും അത് നിയമവിരുദ്ധമായി ഏറ്റെടുത്തതാണെന്നും അതുകൊണ്ട് തന്നെ ആ ഭൂമിയുടെ മേലുള്ള വഖഫ് ബോർഡിന്റെ അവകാശവാദമൊക്കെ തെറ്റാണെന്നും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നാൽ വളരെ ശ്രദ്ധയോടുകൂടി ഹൈക്കോടതി ഒരു കാര്യം ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിധികൾ ഒന്നും തന്നെ റദ്ദ് ചെയ്തില്ല. അത് റദ്ദ് ചെയ്താൽ സാങ്കേതികമായി ഹൈക്കോടതിയുടെ അധികാരം ചോദ്യം ചെയ്യപ്പെടും എന്നതുകൊണ്ട് ആ വിധികൾ നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് റദ്ദ് ചെയ്യാതെ കോടതി ഈ വഖഫ് ഏറ്റെടുത്ത നടപടി തെറ്റാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. മുനമ്പത്തെ ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള വഖഫ് വിജ്ഞാപനം നിയമപരമായി നിലനിൽക്കില്ലെന്നും അത് അധികാര പരിധിക്ക് അപ്പുറത്താണെന്നും അതിനുവേണ്ട നടപടിക്രമങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ലെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. ജസ്റ്റിസ് സുശ്രുത് അരവിന്ദ് ധർമാധികാരി, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ശ്രദ്ധേയമായ വിധി പ്രഖ്യാപിച്ചത്. മുനമ്പത്തെ ഭൂമി സിദ്ദിഖ് സേട്ട് എന്ന ഒരാൾ ഇഷ്ടദാനമായി കൊടുത്തതാണ് കോഴിക്കോട് ഫറൂഖ് കോളേജിനെ. ഇഷ്ടദാനമായി കൊടുക്കുന്നത് വഖഫല്ല, വഖഫ് കൊടുക്കുന്നത് വഖഫ് തന്നെയാവണം. മാത്രമല്ല വഖഫ് ചെയ്യുന്ന ഭൂമി തിരിച്ചെടുക്കാൻ പ്രൊവിഷനില്ല. എന്നാൽ ഇവിടെ സിദ്ദിഖ് സേട്ട് വഖഫ് ചെയ്യുന്ന ഭൂമി തിരിച്ചെടുക്കാനുള്ള ക്ലോസ് കൂടി വെച്ചു. അതുകൊണ്ട് തന്നെ അത് വഖഫല്ല. 2019 ഇത് വിജ്ഞാപനം ചെയ്ത് ഏറ്റെടുത്തത് നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ്. ഇത് അനുവദിച്ചാൽ ഹൈക്കോടതിയും പാർലമെന്റും നിയമസഭാ മന്ദിരവുമൊക്കെ വഖഫ് ബോർഡിനെ ഏറ്റെടുക്കാവുന്ന സാഹചര്യമുണ്ടാവും. ഇത് ഭൂമി കൈയേറ്റമാണ്. അതുകൊണ്ട് തന്നെ ഇത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ്
ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പ്രഖ്യാപിച്ചത്. ഈ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് വഖഫ് ബോർഡ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചത്. ഇതോടുകൂടി മുനമ്പത്തെ ജനങ്ങൾ സ്വതന്ത്രരായി. അവരുടെ ഭൂമിയുടെ മേലുള്ള എല്ലാ അവകാശവാദവും വഖഫ് ബോർഡിന് ഒഴിവാക്കേണ്ടി വരും. സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാനുള്ള സാവകാശം കിട്ടുമെങ്കിലും അതിന് കാത്തിരിക്കാതെ തന്നെ മുനമ്പത്തെ ജനങ്ങളുടെ ഭൂമി അവരുടേതാണ് എന്ന് പ്രഖ്യാപിക്കാനുള്ള അവകാശം സർക്കാരിന് കൈവന്നിരിക്കുന്നു. മുനമ്പം കമ്മീഷന് പോലും ഇനി പ്രസക്തിയില്ല. കാരണം മുനമ്പത്തെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് കമ്മീഷനെ കൊണ്ടുവന്നത്. മുനമ്പത്തെ ജനങ്ങൾക്ക് സഹായം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ ഉയർത്തിയെന്ന വാദങ്ങളൊക്കെ അസാധുവായി. ഇത് വഖഫ് ഭൂമിയല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞതോടെ ഇനി ഈ ഭൂമിയുടെ വിജ്ഞാപനം പിൻവലിച്ച് ആളുകൾക്ക് അവരുടെ ഭൂമിയിൽ മേലുള്ള അവകാശം പുനഃസ്ഥാപിക്കാൻ സർക്കാർ അല്പം പോലും വൈകരുത്. അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ വിധിയിലൂടെ സംഭവിച്ചത്, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് ഈ മുനമ്പത്തെ വിഷയവും വഖഫ് നിയമവും ഏറ്റവും നന്നായി മനസ്സിലാക്കിയിരിക്കുന്ന റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥനായ സ്റ്റാലിൻ ദേവൻ പറയുന്നത് കൂടി കേൾക്കുക. നമസ്കാരം സ്റ്റാലിൻ സാർ. ഇപ്പൊ ഇന്നലെ വഖഫുമായി ബന്ധപ്പെട്ട് ഒരു ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട്. ഈ ഹൈക്കോടതി വിധി വാസ്തവത്തിൽ നമ്മൾ ഈ വഖഫ് മുനമ്പത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വഖഫ് ഭേദഗതി നിയമത്തിന് വേണ്ടി ഇത്രയധികം കേരളം കഷ്ടപ്പെട്ടത്. പക്ഷെ ആ വഖഫ് ഭേദഗതി നിയമം ഇല്ലാതെ തന്നെ ഇപ്പൊ അത് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞു. ഇതിന്റെ ഇമ്പാക്ട് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാമോ? അതെ സർ, ഇന്നലെ നമ്മൾ ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കാലാകാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇന്നലെ ഈ വിധി കേട്ടപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഒരു കാര്യം, ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണല് മാത്രമേ ഇത് വഖഫ് ബോർഡിന്റെ ഉത്തരവിന് ചലഞ്ച് ചെയ്യുന്നത് പരിഗണിക്കാൻ പാടുള്ളൂ എന്നുള്ള വ്യവസ്ഥ നിലനിർത്തി എന്തുകൊണ്ടാണ് ഹൈക്കോടതി ഇങ്ങനെ കയറി ഒരു സബ് ജുഡീസ് ആയിട്ടുള്ള കാര്യത്തിൽ ഇങ്ങനെ ഒരു ഉത്തരവ് പറഞ്ഞത് എന്ന് എന്നെ അത്ഭുതപ്പെട്ടു. അതുകൊണ്ട് ഞാൻ വളരെ കാര്യമായിട്ട് അത് വായിച്ചു. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് അപ്പീലിൽ പോകുമ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്യും. അപ്പോ ഇത് ഹൈക്കോടതി അതിന് വ്യക്തമായിട്ടുള്ള റീസൺ കൊടുത്തിരിക്കുകയാണ്. കാരണം ഈ വഖഫ് സംരക്ഷണ വേദി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം 1923 മുതലേ ഈ എല്ലാ വഖഫുകളും രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ പെനാൽറ്റി വരെ ഉണ്ടായിരുന്നിട്ടും ഈ വഖഫ് സംരക്ഷണ സമിതിയൊക്കെ ഈ 2025 വരെ എന്തുകൊണ്ട് ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യണമെന്നൊരു ആവശ്യം ഒരിക്കലും ഉന്നയിച്ചില്ല. അപ്പോ തീർച്ചയായിട്ടും അവർക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ട്. അവർ മറ്റാർക്കോ വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അവർക്ക് ആർട്ടിക്കിൾ 226 വ്യക്തിപരമായി ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല. എന്നിട്ടും അവർ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ലോക്കൽ സ്റ്റാൻഡ് ചെയ്യില്ല. എന്നിട്ട് അവർ ആവർത്തിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇങ്ങനെയൊരു സബ് കോടതി, പരോൾ സബ് കോടതി 1971 ഹൈക്കോടതി 75 ഇതിനെ വഖഫായി പ്രഖ്യാപിച്ചുവെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ തന്നെ ആ ഡോക്യുമെന്റ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അത് പരിശോധിക്കാനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് എന്നുള്ളതിൽ റിട്ടിന്റെ അധികാരത്തിനടിയിൽ ഞങ്ങൾക്ക് അത് സ്ക്രൂട്ടനൈസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിനെപ്പറ്റി പഠിച്ചു. വ്യക്തമായിട്ട് പഠിച്ചപ്പോൾ അങ്ങനെ ഒരു ഉത്തരവില്ല. ഒരു കോടതിയും സോഫാർ ഇതിനൊരു വഖഫായി പ്രഖ്യാപിച്ചിട്ടില്ല. രണ്ടാമത് ഇതേ വഖഫ് സംരക്ഷണ സമിതി ക്ലെയിം ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വഖഫ് ഡീഡാണ്. 1950 ഈ സിദ്ദിഖ് സേട്ടു എഴുതിയത് ഒരു വഖഫ് ഡീഡാണെന്ന് അവർ ആവർത്തിച്ച് പറയുന്നു. അവർ ആ ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് അതും പരിശോധിക്കേണ്ടി വന്നു. കാരണം അവർ ചലഞ്ച് ചെയ്തിരിക്കുന്നത് ഏറ്റവും ടോപ്പായിട്ടുള്ള എക്സിക്യൂട്ടീവ് അതോറിറ്റി ആയിട്ടുള്ള സർക്കാരിന് ഒരു കമ്മീഷനെ നിയമിക്കാൻ കഴിയുമോ ഇല്ലെന്നുള്ള പ്രസക്തമായ ചോദ്യമായതുകൊണ്ട് ഞങ്ങൾ ആ വഖഫ് ഡീഡും പരിശോധിച്ചു. അപ്പോൾ ഈ വഖഫ് എന്ന് പറയുന്നത് തന്നെ ഒരു പെർമനന്റ് ഡെഡിക്കേഷൻ ആണെന്ന് 1913 മുതൽ കാലാകാലങ്ങളിലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സ്റ്റാറ്റ്യൂട്ടിലും പറയും. പക്ഷേ ഇവിടെ സിദ്ദിഖ് സേട്ടു പറയുന്നത് ഇത് ഫറൂഖ് കോളേജ് എന്തെങ്കിലും നിലവിലില്ലാതെ വന്നു കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും വസ്തു ബാക്കി വരികയാണെങ്കിൽ അത് എൻ്റെ പിൻതലമുറക്കാർക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം there was no permanent dedication. അപ്പോ ഇതെന്താ വെച്ചാൽ ഈ വഖഫ് സംരക്ഷണ വേദിയെ വടി കൊടുത്ത് അരി വാങ്ങിച്ചതാണ്. അതിന് തന്നെ ഒരു കാരണമുണ്ട് സാർ. കാരണം ഈ കമ്മീഷൻ നിയമിച്ചപ്പോൾ അവർക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഈ കമ്മീഷൻ ഒരു സമയത്ത് മുൻപത്ത് നിന്നിട്ട് പ്രസംഗത്തിനിടയിൽ പറഞ്ഞു, ഇതുവരെ ഒരു കോടതികളും ഇതൊരു വഖഫായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ അറിയാവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോ വഖഫ് സംരക്ഷണ സമിതിക്ക് മനസ്സിലായി ഇദ്ദേഹം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമ്മളെ ഇൻട്രസ്റ്റിന് ഹാനികരമാകും. അതുകൊണ്ടാണ് ഇത് ഇവിടെ പോയിട്ട് ഇങ്ങനൊരു വിധി പറഞ്ഞത്. അപ്പോ ഇവർക്കിപ്പം സുപ്രീം കോടതിയിൽ പോയി അപ്പീൽ കൊടുക്കുന്നു എങ്കിലും അവർക്ക് പറയാൻ പറ്റുന്ന ഒറ്റ കാര്യം ഇത് വഖഫ് ട്രൈബ്യൂണൽ പറയേണ്ടതായിരുന്നു എന്നാണ്. അതുകൊണ്ട് ഹൈക്കോടതി ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരുപാട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ വഖഫ് ബോർഡിന്റെ
20/5/2019 ഓർഡർ കോഷ് ചെയ്യാം. ആ. പക്ഷേ ഞങ്ങൾ അത് ചെയ്യുന്നില്ല. അത് ബുദ്ധിപരമായിട്ടുള്ളതാണ്. കാരണം വഖഫ് ബോർഡിന്റെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്, വഖഫ് ട്രൈബ്യൂണൽ ഫംഗ്ഷൻ ചെയ്യുന്നുമുണ്ട് എന്ന് കരുതി ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ പാടില്ല, ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടാണ്, ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ പാടില്ല എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് വി ആർ സിംപ്ലി എക്സ്പ്രസിംഗ് അവർ ഒപ്പീനിയൻ ഓൺ 2 factors, whether there was a judgment by the subcourt Paravur and whether this document created by Siddiq Seltu is a വഖഫ് deed. അത് ഞങ്ങൾ അഭിപ്രായം പറയുന്നത് മാത്രമാണ്. ഈ വഖഫ് ബോർഡിന്റെ ഉത്തരവ് അതുകൂടെ നിലനിൽക്കട്ടെ, അത് യുക്തമായ തീരുമാനം വഖഫ് ട്രൈബ്യൂണലിൽ എടുക്കട്ടെ എന്നുള്ള വളരെ ചുരുക്കി പറഞ്ഞാൽ വഖഫ് ട്രിബ്യൂണലിന്റെ വിധി റദ്ദാക്കിയിട്ടില്ല. ഇറ്റ് ക്യാൻ കണ്ടിന്യൂ. അതെ, അതേസമയം ഈ കേസ് കൈകാര്യം ചെയ്യുന്ന വഖഫ് ട്രിബ്യൂണൽ, ഇപ്പോഴത്തെ പുതിയ വഖഫ് ട്രിബ്യൂണലിനെ ഇത് ഗവനിക്കാതിരിക്കാൻ വയ്യാതെ വരും അല്ലേ? അത് വരും. ഇൻഫാക്ട് വഖഫ് ട്രൈബ്യൂണലിൽ ഇതിനാണ് പറഞ്ഞത്. പക്ഷേ ഇത് സുപ്രീം കോടതി ചലഞ്ച് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ വിധി തെറ്റാണെന്ന് ആണ് അപ്പീൽ കൊടുക്കുന്നത് എങ്കിൽ സുപ്രീം കോടതി ഈ വിധി ശരിയാണെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം അവസാനിക്കുകയാണ് വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോ രണ്ടാമതായിട്ട് അതൊക്കെ പറയാൻ പറ്റുന്നത് ഇത്തരം പരാമർശങ്ങൾ ഇതിൽ നിന്ന് എക്സ്പെൻഡ് ചെയ്യണമെന്നായിരിക്കും. മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതും സുപ്രീം കോടതി ചെയ്യാൻ പറ്റാതെ വരും. കാരണം അത് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഉത്തരവിന്റെ പ്രസക്തി അങ്ങ് പോകും. ഈ പരാമർശങ്ങളൊക്കെ ഈ കമ്മീഷൻ നിലനിൽക്കട്ടെ എന്നുള്ള അവസാന തീരുമാനത്തിൽ എത്താനുള്ള ഫൈൻഡിങ്സ് ആണ്. അപ്പോൾ ആ ഫൈൻഡിങ്സ് മാറ്റിക്കഴിഞ്ഞാൽ ഉത്തരവ് അതിന് ബാധിക്കും. അതുകൊണ്ട് ഈ വന്നിട്ട് ഇപ്പോ ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ചെകുത്താനും കടലും ആയിരിക്കുകയാണ്. സത്യം ജയിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. തീർച്ചയായിട്ടും തീർന്നു സാർ. ഇത് കണ്ടെത്തിയ പരാമർശങ്ങൾ തെറ്റാണെന്ന് പറയാനും പറ്റും. പിന്നെ തലയ്ക്കകത്ത് ആളുതാമസമുള്ള ആര് ഈ ഡോക്യുമെന്റ് പരിശോധിച്ച് കേസ് പഠിക്കുകയാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ഒരു ഉത്തരവുണ്ടായിരുന്നു. സർക്കാർ എടുക്കേണ്ടത് ഇവരുടെ ഭൂമി തിരിച്ചു കൊടുക്കാനുള്ള നടപടി ആരംഭിക്കേണ്ട സമയമായി അല്ലേ സാറേ? ഇന്ന് കൊടുക്കാം. മുഖ്യമന്ത്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് കൊടുക്കാം. പക്ഷെ കൊടുക്കുമ്പോൾ ഈ ജഡ്ജ്മെന്റിനെ ബേസ് ചെയ്ത് കൊടുക്കണ്ട. കാരണം ഹൈക്കോടതി പറഞ്ഞെന്താണ്, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. ആ ആക്ടിനടിയിൽ തന്നെ ഈ ഒരു വസ്തുവിനെ വഖഫ് ആക്കുന്നതിന് മുമ്പ് ആദ്യം സർവേ നടത്തണം, എല്ലാവരെയും കൺസൾട്ട് ചെയ്യണം, അതിനുശേഷം റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിൽ കൊടുക്കണം. സർക്കാർ അത് നോട്ടിഫൈ ചെയ്യുമ്പോൾ മാത്രമേ ഇതൊരു വഖഫാവൂ. വേറെ ഈ നടപടിക്രമങ്ങൾ ഒന്നും വഖഫ് ബോർഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ നമ്മുടെ മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ അങ്ങനെയാണ് ആ കാര്യം. ഇവർ ഇത് പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്താണ് ഈ ഇതിനെ വഖഫായി ഡിക്ലെയർ ചെയ്ത്. എനിക്ക് കം ബാറ്റ്മേ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ഷൻ കൊടുക്കുക, ഇന്ന് തന്നെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു നൽകുക. അത് എന്നെങ്കിലും ഒരു കോടതി നമ്മൾ ചെയ്യുന്ന തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ അന്ന് നമുക്ക് നോക്കാം. യു ഗോ ഹെഡ് എന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇന്ന് ഡയറക്ഷൻ കൊടുത്താൽ ഇന്ന് അവരുടെ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ സർ, വെൽക്കം.